നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. തലോടിയും തള്ളി പറഞ്ഞു. കെ.എം. മാണിയുടെ UDF പ്രവേശനത്തിൽ മലക്കം മറിഞ്ഞ് MM ഹസൻ. മാണിയെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും ഇക്കാര്യം UDF ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും KPCC താൽക്കാലിക അധ്യക്ഷന്റെ തിരുത്ത്. മലപ്പുറത്ത് UDFന് വോട്ട് ചെയ്തത് ജനങ്ങളാണെന്നും ഹസൻ. അതിനിടെ മാണിക്കും കേരള കോൺഗ്രസിനുമെതിരെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. മാണി UDFനെ അപമാനിച്ചെന്ന് PT തോമസ്. അദ്ദേഹത്തെ മുന്നണിയിൽ തിരിച്ചെടുക്കണമോ എന്ന് നേതൃത്വം ആലോചിക്കണമെന്നും പ്രതികരണം. അഭ്യൂഹത്തിന് അരങ്ങൊരുക്കം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ സഖ്യം സംബന്ധിച്ച പുതിയ അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ട് ഡൽഹിയിൽ പിണറായിയും അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച. BJPയെ തടുക്കാൻ കോൺഗ്രസുമായി യോജിച്ചു പോകാൻ കഴിയില്ലെന്ന് പിണറായി. മറ്റു പാർട്ടികളുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യം CPM ആലോചിക്കും. പിണറായിയുമായുള്ള കൂടിക്കാഴ്ചയെ പുതിയ തുടക്കമെന്ന് വിശേഷിപ്പിച്ച് കെജ്രിവാൾ. മോദിയുടെ ഭരണത്തിനു കീഴിൽ രാജ്യത്ത് നിലനിൽക്കുന്നത് ഭീതിയുടെ രാഷ്ട്രീയം. തനിക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് മോദിയുടെ ശ്രമമെന്നും ഡൽഹി മുഖ്യമന്ത്രി. നേതാക്കൾക്ക് താക്കീത്. ബന്ധുനിയമന വിവാദത്തിൽ EP ജയരാജനെയും PK ശ്രീമതിയെയും താക്കീത് ചെയ്ത് CPM കേന്ദ്ര നേതൃത്വം. അച്ചടക്ക നടപടി വിഷയത്തിൽ ഇരുവരുടെയും വിശദീകരണം കേട്ട ശേഷം PK ശ്രീമതിയുടെ മകനെ ചട്ടങ്ങൾ ലംഘിച്ച് പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമിച്ചത് സർക്കാരിന് കളങ്കമുണ്ടാക്കിയെന്നും വിലയിരുത്തൽ. നിയമനത്തിൽ വീഴ്ച പറ്റിയെന്ന് തുറന്നു സമ്മതിച്ച PK ശ്രീമതി. ആരോഗ്യ കാരണങ്ങളാൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ജയരാജനെ അച്ചടക്ക നടപടി അറിയിച്ചത് ഫോണിൽ വിളിച്ച്. ഇരുവരും തെറ്റേറ്റു പറഞ്ഞതിനാൽ പരസ്യമായി താക്കീത് ചെയ്യേണ്ടെന്നും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. അതിനിടെ പിണറായി ഭരണത്തിൽ അതൃപ്തി അറിയിച്ച് PBക്ക് VSന്റെ കത്ത്. തുടർച്ചയായ വിവാദങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ജനവികാരം എതിരാകുന്നതിനാൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണം. ഇങ്ങനെ പോയാൽ ശരിയാകില്ലെന്നും VS അച്യുതാനന്ദൻ. BJPക്ക് പ്രഹരം. ബാബറി മസ്ജിദ് കേസിൽ അദ്വാനിക്ക് വിചാരണ. LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെ 13 BJP നേതാക്കൾക്കെതിരെ ഗൂഢാലോചന കുറ്റം പുനഃസ്ഥാപിച്ച് സുപ്രീം കോടതി. നേതാക്കളെ ഒഴിവാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധി റദ്ദാക്കി. നിർണായക ഉത്തരവ് CBI നൽകിയ അപ്പീലിൽ. ഗൂഢാലോചന കേസിലും മസ്ജിദ് ആക്രമണ കേസിലും വിചാരണ ഒരേ കോടതിയിലാകാമെന്ന് സുപ്രീം കോടതി. അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കുമൊപ്പം വിചാരണ നേരിടേണ്ട പ്രമുഖരിൽ ഉമാഭാരതിയും. അതേസമയം നിലവിൽ ഗവർണർ സ്ഥാനം വഹിക്കുന്ന കല്യാൺ സിംഗിന് തൽക്കാലം വിചാരണയില്ല. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2790 രൂപ, പവൻ 22,320 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.